അതുകൊണ്ട് ഈ പള്ളിയുടെ തിരുമുറ്റത്തിൽ നിന്ന് ഈ ജനതയെ മുഴുവൻ സാക്ഷ്യമാക്കി ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ അതിജീവനം, ഞങ്ങളുടെ ഈ ജീവിതത്തിന്റെ സ്വൈര്യ വികാരം ഞങ്ങൾക്ക് അനുവദിക്കണം. കാടിന്റെ മൃഗങ്ങളെ കാട്ടിൽ നിർത്താൻ ആവശ്യമായ നിയമം നിർമ്മിക്കണം. അത് ഭരണകൂടത്തിൽ ഇരിക്കുന്നവരായാലും ഭരിക്കാൻ ഭരണകർത്താക്കളെ സഹായിക്കുന്നവരായാലും അവരെ പ്രേരിപ്പിക്കുന്നവരായാലും വേണ്ടത്ര നിലപാടുകൾ ഈ നാടിന്റെ ജനതയ്ക്ക് വേണ്ടി, മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി, മലയോര ജനതയ്ക്ക് വേണ്ടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും സർക്കാരിനോട് സമ്മതിക്കാനുള്ള ഏക മാധ്യമം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വോട്ടവകാശമാണ്. ഇവിടെ ആയിരിക്കുന്ന യുവജനങ്ങൾക്കെല്ലാം വോട്ടുള്ളവരാണ്. മനുഷ്യനെ വോട്ടറായിട്ടല്ല കാണേണ്ടത്, മറിച്ച് മനുഷ്യനെ മനുഷ്യരായിട്ട് കാണണം. തൊട്ടടുത്ത് നിൽക്കുന്നവരെ സഹോദരരായിട്ട് കാണണം. ഇന്നലെ അറ്റുപോയ 2 ദമ്പതികളെ നമുക്ക് അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി കാണാൻ സാധിക്കുന്നവർക്കൊക്കെയും ജീവിതത്തില് ഇന്നലെ ഉറങ്ങാൻ കടന്നപ്പോൾ അസ്വസ്ഥത വളർത്തുന്ന ഒരു രാവായി തീർന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇവർ അതിജീവനത്തിന്റെ സമരത്തിന്റെ പന്തലിലാണ് നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒത്തിരിയേറെ പേര്, സാമൂഹിക പ്രവർത്തകര്, സമുദായ സംഘടനയിലെ അംഗങ്ങള്, രാഷ്ട്രീയ നേതാക്കള് ഒത്തിരി പേര് വന്ന് സന്ദർശിക്കും. കാരണം തലശ്ശേരി അതിരുവള യുവജന പ്രസ്ഥാനം ഇങ്ങനെ ഒരു സമരപ്പന്തലിനെ കെട്ടുമ്പോൾ ഒത്തിരിയേറെ പേര് പറഞ്ഞു, ഞങ്ങൾ വരാം, ഞങ്ങൾ ഐക്യദാർഢ്യം തരാമെന്ന്. പ്രിയമുള്ളവരെ, അതിനെല്ലാം അപ്പുറം ഞങ്ങൾക്ക് പറയാനുള്ളത് സാധാരണക്കാരന്, പാവപ്പെട്ടവന് ജീവിതത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കാത്ത വിധം ജീവിതത്തിന്റെ പരിതസ്ഥിതികളിലേക്ക്, ജീവിത യാഥാർത്ഥ്യത്തിന്റെ വീടുകളിലേക്ക് കടന്നുപോയവർക്ക് സുരക്ഷിതത്വം ഒരുക്കുവാൻ വേണ്ടി എല്ലാ ഭരണകൂടങ്ങളും, അത് പഞ്ചായത്ത് തൊട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വരെ തയ്യാറാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമരം ഒരു അതിജീവനത്തിന്റെ സമരമായി മാറുമ്പോൾ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായി മാറട്ടെ. അതിലേറെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും പ്രതികരിക്കുന്ന ഒരു യുവത്വത്തെ രൂപപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന് ഇതൊരു പുതിയ നാഴികക്കല്ലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമരം വിജയിക്കട്ടെ. അതിലേറെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ, ഒരുമയോടെ മനുഷ്യനെ മാനിച്ച് ജീവിക്കുന്ന നാളുകൾ സംജാതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്, JKCY.